നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഔട്ട്ലൈൻ വരച്ച് വെച്ച ഈ ഒരു ഈഗിളിന്റെ ഇമേജ് ഷെയ്ഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഒരു കഴുത്തിന്റെ ഭാഗം, ആ ഒരു വൈറ്റ് ആയിട്ടുള്ള തൂവലും, കൊക്കിന്റെ കണ്ണിന്റെ ഭാഗം, ഹെഡിന്റെ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ട ശേഷം ഇങ്ങോട്ട് വരിക കേട്ടോ. ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് കിടക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൊക്കിൻ്റെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഒരു വൈറ്റ് തൂവലിൻ്റെ പോർഷനൊക്കെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഷെയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം കൊക്കിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് ആ കൊക്കിൻ്റെ പോർഷനാണ്. ഓക്കെ, ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഡാർക്ക് ടൂൺ അല്ല കൊടുക്കുന്നത്, നമ്മുടെ ഏറ്റവും ലൈറ്റായിട്ട് ഷെയ്ഡ് വരുന്നവിടെ കൊക്കിൻ്റെ ഒരു ബേസ് ടൂണായിട്ട് എല്ലാവിടെയും ആദ്യം തന്നെ നമ്മളൊരു ലൈറ്റ് ടൂൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു HB പെൻസിൽ യൂസ് ചെയ്യാം. പെൻസിലിൻ്റെ ബാക്കിലോട്ട് കുറച്ച് ഇറക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് വരും. അധികം ഡാർക്ക് അല്ലാതെ ലൈറ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കൊക്കിൻ്റെ മേലെ കൂടെ വരുന്ന ഒരു ഹൈലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഹൈലൈറ്റ് ഒക്കെ വരികയാണെങ്കിൽ അത് പേപ്പർ വെയിറ്റ് വിട്ടിട്ട് ലൈറ്റായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ലൈറ്റ് ടൂണാണ് കൊക്കിൻ്റെ പോർഷനിൽ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമുക്ക് ബിഗിനർ ലെവലാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന ടൈമിൽ ആദ്യം തന്നെ ഡാർക്ക് ടോൺ കൊടുക്കാതെ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഷെയ്ഡൊക്കെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ ഓരോ ഓർഡറിൽ ചെയ്ത് പോവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ടൈമിൽ ബിഗിനർ ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമ്മളൊരു അഡ്വാൻസ് ലെവലിലോട്ടൊക്കെ കടക്കുന്ന സമയത്ത് നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഡാർക്ക് ടോൺ എല്ലാം ചെയ്ത് പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളൊരു ബിഗിനർ ലെവൽ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഷെയ്ഡിങ്ങിൽ നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ലൈറ്റ് ടോൺ മെല്ലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡാർക്ക് ടോൺ വരുന്ന ഒരു പോർഷനിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുത്ത് മാർക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും. ഞാൻ കൊക്കിൻ്റെ മുകളിലൂടെ ഒരു ഡാർക്ക് ടോൺ വരുന്നുണ്ട്, അത് ഇതേപോലെ ഒരു ഡാർക്കായിട്ട് വരച്ചിട്ട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് അവിടെ കൊടുക്കുന്നത്. പിന്നീട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വരുന്ന പോർഷനിലെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെയറും കൂടി കൊടുക്കുന്നുണ്ട്. ഒറ്റ ലെയറിൽ തന്നെ ഡാർക്ക് ടോൺ കൊടുക്കാതെ മെല്ലെ മെല്ലെ ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ അങ്ങനെ ഓർഡറിൽ ലെയറിങ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ചും കൂടി കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഷെയ്ഡിങ്ങിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഇവിടെ 2-3 ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും കൊക്കിലെ ഷെയ്ഡ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മെല്ലെ മെല്ലെ ഓരോരോ ലെയർ ചെയ്തിട്ട് ഡാർക്ക് ടൂൺ മെല്ലെ മെല്ലെ കയറ്റി കയറ്റി കൊണ്ടുവരികയാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, കൊക്കിൽ ഹൈലൈറ്റ് വരുന്ന പോർഷൻ ഉണ്ട്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് അടിക്കുന്ന പോർഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ പേപ്പർ വെയിറ്റ് ഒഴിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിലും വാട്ടറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റ് വരുന്ന പോർഷൻ പേപ്പർ വെയിറ്റ് വിട്ടിട്ടാണ് ചെയ്യാം. ആ ഒരു മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. കൊക്കിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ടൂണും കൂടി കൊടുത്തിട്ട് കൊക്കിൻ്റെ പോർഷൻ, മേലത്തെ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കൊക്കിൻ്റെ മേലത്തെ പോർഷൻ, കൊക്കിൻ്റെ ആ ഒരു മേലത്തെ ഒരു പാറ്റേൺ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് ടൂണാണ് കൊടുക്കുന്നത്. ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ അധികം ഷെയ്ഡ് വരുന്നില്ല, കുറച്ച് ഷെയ്ഡേ വരുന്നുള്ളൂ. കൂടുതലും ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്ത് എടുക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം.
പെൻസിൽ ഡ്രോയിങ്ങിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു ഷെയ്ഡ് ഡാർക്ക് ആയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം ഡാർക്ക് ആക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരു ലെയറും കൂടി അതിൻ്റെ മുകളിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഷെയ്ഡ് പെട്ടെന്ന് ഡാർക്കാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഡാർക്ക്നെസ് പെട്ടെന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കണമെങ്കിൽ നമുക്ക് റബ്ബ് ചെയ്യേണ്ടി വരും, ഇറേസർ യൂസ് ചെയ്യേണ്ടി വരും. ഇറേസർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് അതുവരെ നമ്മൾ ചെയ്ത ആ ഒരു ഭാഗത്തെ ഷെയ്ഡ് ഫുള്ളായിട്ട് റബ്ബായി പോകും. ഓക്കെ, പിന്നെ ആദ്യം മുതൽ നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ഒരു പാച്ച് വർക്ക് പോലെ ചിലപ്പോൾ ഷെയ്ഡൊക്കെ ബ്ലെൻഡ് ചെയ്യാതെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ബിഗിനർ ലെവലിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ കൺട്രോൾ ചെയ്ത് ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ മെല്ലെ ടൈം ഇൻവെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. കൊക്കിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പുരുകത്തിൻ്റെ കണ്ണിൻ്റെ പോർഷനൊക്കെ അതിൻ്റെ താഴത്തെ പോർഷനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഫറൻസിൽ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഓൺ ഇമാജിനേഷനിൽ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. നമ്മളൊരു റെഫറൻസ് വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഓൺ ഇമാജിനേഷൻ ചെയ്യരുത്. കാരണം നമുക്ക് ഓൾറെഡി ഒരു റെഫറൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് അവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് അവിടെ എവിടേക്കാണ് ഷെയ്ഡ് ഡിഫറൻസ് വരുന്നത്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എവിടെയാണ് വരുന്നത്, ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ, ഹൈലൈറ്റ് എവിടെയാണ് വരുന്നത്, അതെല്ലാം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. ഒബ്സർവേഷനാണ് ഒരു ഡ്രോയിങ്ങിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഷെയ്ഡ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യണം, എങ്ങനെ ഷെയ്ഡ് ചെയ്യണം എന്നറിയണമെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. സോ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത ശേഷം എവിടെയൊക്കെയാണ് ലൈറ്റ് ടോൺ വിടേണ്ടത് അവിടെയൊക്കെ ലൈറ്റ് ടോൺ വിടുക, ഡാർക്ക് ടോൺ വേണ്ട ഇവിടെ ഡാർക്ക് ടോൺ ചെയ്യുക. അതൊരു ഓർഡറിൽ ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ കൺട്രോൾ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമ്മുടെ പെൻസിൽ ഡ്രോയിങ്ങിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു പുഴുകത്തിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഷെയ്ഡ് കുറച്ചൊന്ന് ലൈറ്റായിട്ടാണ് കാണുന്നത്. ആക്ച്വലി കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് അവിടെ ഷെയ്ഡ് ഇരിക്കുന്നത് കേട്ടോ. കണ്ണിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന സ്കിന്നിൻ്റെ ടെക്സ്ചർ ചെറിയ ചെറിയ ഡോട്ടെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഒരു റബ്ബർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ണിൻ്റെ ഉൾഭാഗം ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ ഉൾഭാഗത്ത് ചെറിയ ചെറിയ ഷെയ്ഡെല്ലാം വരുന്നുണ്ട്. ഒരിക്കലും ഒരു കണ്ണിൻ്റെ ഉൾഭാഗം ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കില്ല. എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് വരുന്നുണ്ടായിരിക്കും. എപ്പോഴും പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. പ്യൂർ വൈറ്റ് ആണെങ്കിൽ അത് പ്ലെയിൻ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. കണ്ണ് ആക്ച്വലി കുറച്ച് റൗണ്ട് ആയിട്ടുള്ള ഉരുണ്ടിട്ടുള്ളൊരു ഷേപ്പ് അല്ലേ. അത് ഉരുണ്ടതുപോലെ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അതിലെന്ത് വരണം, കുറച്ച് ഷെയ്ഡ്സ് വരണം. ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഉരുണ്ടതുപോലെ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ ഉള്ളിൽ ഒരിക്കലും പ്ലെയിൻ വൈറ്റ് ആയിട്ട് വിടരുത്. അതിൽ ഷെയ്ഡ് വരുന്നത് നോക്കി ആ ഒരു ഷെയ്ഡ് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഫേസിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അത്രയും ഡാർക്ക് ടോൺ വരുന്നത്. ബാക്കിയെല്ലാം വൈറ്റ് തൂവലായതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഒരു ലൈറ്റ് ടോണും മിഡ് ടോണും വരെയാണ് വരുന്നുള്ളൂ. ഡാർക്ക് ഷെയ്ഡ് വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കി കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. കണ്ണിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഷെയ്ഡെല്ലാം ഞാനിവിടെ കൊടുക്കുന്നത്. ആക്ച്വലി അത് താഴെ വെക്കുന്ന സമയത്ത് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് ലൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ഗ്രാഫൈറ്റ് പെൻസിലിന് ഒരു ഗ്ലേസിങ് ഉണ്ടല്ലോ, ആ ഗ്ലേസിങ് അടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാൻ മാക്സിമം ആ ഒരു ഭാഗത്തെല്ലാം ഡാർക്കായിട്ട് ഇതേപോലെ ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് തൂവലിൻ്റെ പോർഷൻ ചെയ്യാം. വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം വൈറ്റ് പോർഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത ശേഷം വളരെ മിനിമൽ ആയിട്ടുള്ള ലൈൻസ് മാത്രമേ അവിടെ ഉള്ളൂ, മിനിമൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വൈറ്റ് വരുന്ന പോർഷൻസ് എല്ലാം ഞാൻ പേപ്പർ വെയിറ്റ് വിട്ടിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഇറേസർ വെച്ച് റബ്ബ് ചെയ്ത് ക്രിയേറ്റ് അല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പേപ്പർ വെയിറ്റ് വിട്ടിട്ട് വളരെ മിനിമലായിട്ട് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോർഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ വൈറ്റ് ആയിട്ടുള്ള പോർഷൻ ചെയ്യുന്ന സമയത്ത്
ഒരിക്കലും പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, അവിടെ ഷെയ്ഡ്സ് എന്തായാലും ഉണ്ടായിരിക്കും. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. അവിടെ കുറേ തൂവലുകളാണ് ഉള്ളത്. അപ്പോൾ തൂവലുകളുടെ ഡയറക്ഷൻ നോക്കുക. നമ്മൾ വരയ്ക്കുന്ന ലൈൻസിൻ്റെ ഡയറക്ഷൻ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി അതേപോലെ വേണം ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് ഞാൻ അവിടെ ചെയ്ത് ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കൊക്കിൻ്റെ മുകളിലത്തെ പോർഷൻ, അത് കണ്ണിൻ്റെ താഴത്തെ ഈ ഒരു സൈഡെല്ലാം ഞാനിവിടെ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഈസി ആയിട്ട്, ബിഗിനേഴ്സിന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു ഷെയ്ഡ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് ഡോട്ട് പോലെയുള്ള ടെക്സ്ചറൊക്കെ വേണമെങ്കിൽ ഇതേപോലത്തെ ഇറേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഇഗ്നൈറ്റബിൾ ഇറേസറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്ലേ പോലെയുള്ള ഇറേസറാണ് ഇത്. നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും ആക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പെൻസിൽ ഇറേസറോ അല്ലെങ്കിൽ ഇതേപോലെ ക്ലേ പോലെയുള്ള ഇറേസറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ചെറിയ ചെറിയ വൈറ്റ് ടെക്സ്ചറെല്ലാം, സ്കിന്നിൻ്റെ ടെക്സ്ചറെല്ലാം ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമുക്ക് പേപ്പർ വെയിറ്റ് വിട്ടിട്ടും ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്തതെല്ലാം നമുക്ക് ഇതേപോലെ ഇറേസർ വെച്ചിട്ട് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നോർമൽ ഇറേസർ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് യൂസ് ചെയ്തിട്ടും ഈ സെയിം പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ റെഫറൻസ് നല്ല രീതിയിൽ സൂം ചെയ്ത് വെച്ചിട്ട് റെഫറൻസിൽ വരുന്ന അതേ ഷെയ്ഡ്സ് അതേപോലെ തന്നെ വളരെ മിനിമലായിട്ട് കൊടുക്കാനായിട്ടാണ് ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ലിപ്പിൻ്റെ പോർഷനൊക്കെ ഞാനിവിടെ ചെയ്യുന്നത്. ഒരു മൗത്തിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഉള്ളിലോട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡും ഹൈലൈറ്റും എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് നോക്കി മനസ്സിലാക്കി തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്ക് ടൂൺ എല്ലാം വരുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പോർഷൻ ബൈ പോർഷൻ ആയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. പോർഷൻ ബൈ പോർഷൻ അപ്രോച്ച് എന്നൊക്കെ പറയും ഈ ഒരു മെത്തേഡിനെ. എല്ലാം ഒറ്റയടിക്ക് ഒരു ഹെഡിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ പോർഷൻ ബൈ പോർഷൻ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ട് കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ കൊടുത്തിട്ട് അധികം മിസ്സായി പോവാതെ, ഡീറ്റെയിലിംഗ് ഒന്നും മിസ്സായി പോവാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ആദ്യം ചെയ്തത് കൊക്കിൻ്റെ പോർഷനാണ്. എന്നിട്ട് കൊക്കിൻ്റെ മേലത്തെ പോർഷൻ ചെയ്തു, എന്നിട്ട് കണ്ണിൻ്റെ പോർഷൻ ചെയ്തു, അതിൻ്റെ ചെറിയൊരു താഴത്തെ പോർഷൻ ചെയ്തു, പിന്നെ മുകളിലെ പോർഷൻ, അങ്ങനെ ഓരോരോ പോർഷൻ എടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്തു വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് തൂവലിൻ്റെ പോർഷൻ എല്ലാം ഒരേപോലത്തെ ഷെയ്ഡാണ് വരുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഒരു ബേസ് ടൂൺ കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു HB പെൻസിൽ, ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടൂൺ ഫുള്ളായിട്ട് ആവശ്യമുള്ളവിടെ മാത്രം ഒന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് വരുന്ന പോർഷനിൽ ചെയ്യരുത്, ബാക്കി ഷാഡോസ് വരുന്ന പോർഷനിലെല്ലാം ഒരു ലൈറ്റ് ടോൺ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള ഷെയ്ഡ്സ് കൊടുക്കുകയാണ് ആദ്യത്തെ ലെയറിൽ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസ് ടോണായിട്ട് എല്ലാവിടെയും ഒരു ലൈറ്റ് ടോൺ കൊടുത്തിട്ടാണ് ആദ്യത്തെ ലെയറിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ആ കഴുത്തിൻ്റെ പോർഷനിലും, ആ കഴുത്തിൻ്റെ ഫ്രണ്ടിലെ പോർഷനിലും ബാക്കിലെ പോർഷനിലും കുറച്ച് ഷാഡോസ് വരുന്നുണ്ട് റെഫറൻസിൽ. അപ്പോൾ അതേപോലെ ഷാഡോസ് പോർഷനിലെല്ലാം ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഡാർക്കായിട്ട്, കുറച്ചും കൂടി ഡാർക്കായിട്ട് എന്ത് ചെയ്യാണ്, ഷെയ്ഡ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റിൽ തന്നെ കുറച്ചൊരു ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ.
കണ്ടോ ഒരു കഴുത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഒരു ലൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാണ് ആദ്യത്തെ ലെയറിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബേസ് ടോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോരോ തൂവലെടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൂവൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറപ്പറാന്ന് വരയ്ക്കാനായിട്ട് പാടില്ല. വളരെ ശ്രദ്ധിക്കുക. റെഫറൻസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ റെഫറൻസിൽ ഓരോ തൂവലും വളർന്നു വരുന്ന ഒരു ഡയറക്ഷൻ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുക. ആ ഡയറക്ഷനിൽ ഓരോ തൂവലും എടുത്ത് സെപ്പറേറ്റ് ഓരോ തൂവലും എടുത്ത് ഷെയ്ഡ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. റാൻഡമായിട്ട് നമുക്ക് തോന്നിയ പോലെ ഷെയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ ഓരോ തൂവലിലും ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഉണ്ട്. ഓരോ തൂവലിൻ്റെ ഹൈലൈറ്റ് വരുന്നുണ്ട്, ലൈറ്റ് ടൂൺ വരുന്നുണ്ട്, മിഡ് ടൂൺ വരുന്നുണ്ട്, അതിൻ്റെ ഷാഡോസ് വരുന്നുണ്ട്, ഡാർക്ക് ടൂൺസ് വരുന്നുണ്ട്. 2 ടൈപ്പ് ഷാഡോസ് വരുന്നുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള ഷാഡോസും ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഷാഡോസും ഉണ്ട്. അതായത് ഒക്ലൂഷൻ ഷാഡോയും ഉണ്ട്, കാസ്റ്റ് ഷാഡോസും ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കിയ ശേഷം വളരെ ലൈറ്റായിട്ടാണ് ഞാനവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഒരു ലൈറ്റ് ടോൺ ആദ്യം ഫുള്ളായിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഓരോരോ തൂവലിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ തൂവലും എടുത്ത് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് വളരെ ലൈറ്റായിട്ട് ഞാൻ ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു വൈറ്റ് പോർഷനാണ്. അപ്പോൾ അത് വൈറ്റായിട്ട് തന്നെ നമുക്ക് തോന്നണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷെയ്ഡിങ്ങിൽ വരുന്ന സമയത്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് വേണം ഷെയ്ഡ് ചെയ്യാനായിട്ട്. ഒരുപാട് ഡാർക്ക് കൂടി പോകാനായിട്ട് പാടില്ല. ലൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ടും മാക്സിമം ലൈറ്റ് ടോൺ മിഡ് ടോൺ അത്രയാണ് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് ടോണിലും മിഡ് ടോണിൽ തന്നെ ടോട്ടലി നോക്കുന്ന സമയത്ത്, ടോട്ടൽ ഇമേജ് നോക്കുന്ന സമയത്ത് ലൈറ്റ് ടോണിലും മിഡ് ടോണിൽ തന്നെ അതിൽ ലൈറ്റ് ടോണും മിഡ് ടോണും അതിൻ്റെ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ വളരെ ലൈറ്റായിട്ട് തന്നെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കൂടിപ്പോകാനായിട്ട് പാടില്ല. വളരെ ലൈറ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ തൂവലിൻ്റെയും ഓരോ ലൈൻസ് വരയ്ക്കുമ്പോഴും അതെല്ലാം നോക്കി മനസ്സിലാക്കി, അതിൻ്റെ ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കി, റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ എത്ര സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ തൂവലിലും ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ലൈറ്റ് വരുന്നുണ്ടായിരിക്കും. ഡയറക്റ്റ് ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ താഴത്തെ അതിൻ്റെ ഷാഡോസ് ഉണ്ടായിരിക്കും. ഷാഡോസും ഇതേപോലെ ഒക്ലൂഷൻ ഷാഡോയും കാസ്റ്റ് ഷാഡോയും ഉണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം കറക്റ്റ് നോക്കി മനസ്സിലാക്കി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഓരോ തൂവലും എടുത്തിട്ട് അതിന് ലൈറ്റ് ടൂണും മിഡ് ടൂണും ഹൈലൈറ്റ് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഷാഡോസ് അതിൻ്റെ താഴ്ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തൂവലും അതിൻ്റെ ഓരോ തൂവലും പെറ്റൽസും എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വളരെ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് എവിടെയെങ്കിലും ഹൈലൈറ്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഹൈലൈറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇറേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിവിടെ ക്ലേ പോലെ ഇരിക്കുന്ന നീഡബിൾ ഇറേസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇറേസർ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഇറേസറും അതിൻ്റെ എഡ്ജ് ഭാഗം നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പെൻസിൽ ഇറേസർ യൂസ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. ഏത് ഇറേസർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെയെങ്കിലും വൈറ്റ് ഹൈലൈറ്റ് ഒക്കെ വേണമെങ്കിലും ഇതേപോലെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈഗിളിൻ്റെ ഫസ്റ്റ് ലെവൽ ഷെയ്ഡിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹെഡിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പോർഷൻ, ഈ ബോഡിയുടെ പോർഷൻ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. See you next video. Bye.